സംഗീതത്തിൻ്റെ ഭാവനാസാന്ദ്രമായ ലോകങ്ങളിലൂടെ മലയാള കഥയെ അഗാധമായ ധ്യാനമനസ്സോടെ സഞ്ചരിപ്പിച്ച കഥയുടെ കുലപതി ടി പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ സന്യാസിയും സ്വധർമ്മനിരതയായ യുവതിയും എന്ന കഥയൊന്ന് കേൾക്കാം. ഒരു കാട്ടിൽ പണ്ട് ഒരു സന്യാസിയുണ്ടായിരുന്നു. സന്യാസി ചെറുപ്പം മുതൽക്കേ ധാരാളം പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത ആളായിരുന്നു. ഒരുപാട് കാലം ഒരു ഗുരുനാഥൻ്റെ കീഴിൽ ശിഷ്യനായി കഴിയുകയും ചെയ്തിരുന്നു. ഇത്രയൊക്കെ അറിവുകൾ ഉണ്ടായിട്ടും സന്യാസിയായിരുന്നിട്ട് കൂടി ചില സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം ക്ഷിപ്രകോപമായിരുന്നു. കോപം വന്നാൽ അത് മാറണമെങ്കിൽ കുറച്ച് സമയമെടുക്കണം. പക്ഷേ സന്യാസി തൻ്റെ ദൗർബല്യങ്ങളിൽ ബോധവാനായിരുന്നില്ല. ഒരു ദിവസം രാവിലെ സന്യാസി ഗാഢമായ ധ്യാനത്തിൽ മുഴുകി ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് മരത്തിൻ്റെ മുകളിൽ നിന്നും ഒരു കാക്ക സുഖകരമായ ഒരു വിസർജ്യത്തിൻ്റെ ആലസ്യത്തിലായിരുന്നു. വിസർജ്യം നേരെ പതിച്ചത് സന്യാസിയുടെ തലയിൽ. ലോകം മുഴുവൻ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തോടെ സന്യാസി കാക്കയെ നോക്കി. ആ ഒരൊറ്റ നിമിഷത്തിൽ തന്നെ കാക്ക മരക്കൊമ്പിൽ നിന്നും അയാളുടെ കാൽക്കീഴിലേക്ക് വീണ് പിടഞ്ഞ് ചത്തു. പക്ഷേ സന്യാസിയിൽ ഇതൊന്നും യാതൊരുവിധ ദുഃഖമോ പശ്ചാത്താപമോ ഒന്നും ഉണ്ടാക്കിയില്ല. അപാരമായ തൻ്റെ കഴിവിനെ തലയിലേറ്റി അദ്ദേഹം പതിവ് പോലെ ഭിക്ഷയ്ക്കായി ഗ്രാമത്തിലേക്കിറങ്ങി. ആദ്യമെത്തിയ വീടിൻ്റെ മുന്നിലെത്തി അദ്ദേഹം ശബ്ദമുണ്ടാക്കി. അതൊരു ചെറിയ കുടിലായിരുന്നു. വാതിൽ തുറന്നു കിടന്നിട്ടും തൻ്റെ ശബ്ദം കേട്ടിട്ടും ആരും പുറത്തു വരാതിരുന്നതിൽ സന്യാസിക്ക് അതൃപ്തിയുണ്ടായി. സന്യാസി വീണ്ടും ശബ്ദമുണ്ടാക്കി. തേജസ്സുള്ള മുഖത്തോടു കൂടിയ ഒരു യുവതി ധൃതിയിൽ പുറത്തേക്ക് വരികയും അവൾ തൊഴുകയോടെ സന്യാസിയോട് മാപ്പിരുന്നു. വരാൻ വൈകിയതിൽ മാപ്പ് തരണമെന്നും രോഗിയായ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായിരുന്നെന്നും അവൾ പറഞ്ഞു. സന്യാസി കോപം കൊണ്ട് ജ്വലിച്ചു. നിത്യബ്രഹ്മചാരിയായ തന്നോട് ഇവൾ ഭർത്താവിൻ്റെ കഥ പറയുന്നുവോ? അദ്ദേഹം തൻ്റെ വലതുമുഷ്ടി ആകാശത്തേക്ക് ഉയർത്തി. ഇത് കണ്ട് ആ ചെറുപ്പക്കാരി പറഞ്ഞു, സ്വാമി, എന്നെ ശപിക്കാൻ മുതിരരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്വധർമ്മമാണ് ഞാൻ അനുഷ്ഠിക്കുന്നതെന്നും സ്വധർമ്മം അനുഷ്ഠിക്കുന്ന എന്നെ ശിക്ഷിക്കാൻ സ്വാമിക്ക് അധികാരവുമില്ല. മാത്രമല്ല, സ്വാമിയുടെ ശിക്ഷയിൽ എരിഞ്ഞു വീഴാൻ ഞാനൊരു കാക്കയുമല്ല. അവളിൽ നിന്നും ഇത്രയും കേട്ടപ്പോൾ സന്യാസി അമ്പരന്നു. ചെറുപ്പക്കാരി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അകത്തേക്കും നടന്നു. അന്നത്തെ ദിവസം കൂടുതൽ ഭിക്ഷയ്ക്കൊന്നും നടക്കാതെ സന്യാസി കാട്ടിലേക്ക് തന്നെ മടങ്ങി. ദീർഘകാലം തന്നെ പഠിപ്പിച്ച ഗുരുവിൻ്റെ ആശ്രമത്തിലേക്കാണ് അദ്ദേഹം പോയത്. ഗുരു ഒരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിലായിരുന്നു. പരമമായ ശാന്തിയുടെ നിറവിൽ അദ്ദേഹത്തിൻ്റെ മുഖം ശോഭിക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ തുറന്ന് അദ്ദേഹം തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒറ്റ നോട്ടത്തിന് കാക്കയെ ദഹിപ്പിക്കാനുള്ള കഴിവൊക്കെ നീ സ്വായത്തമാക്കിയല്ലേ? എൻ്റെ ശിഷ്യൻ ഇപ്പോൾ എന്നെ കാണാൻ വന്നിട്ടുള്ളത് കൂടുതൽ പഠിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ നീ ഇനി കൂടുതൽ പഠിച്ചിട്ട് യാതൊരു ഫലവുമില്ല. നിൻ്റെ ശ്രദ്ധ മുഴുവൻ നിൻ്റെ ശബ്ദത്തിൽ മാത്രമാണ്. ഇത്രയൊക്കെ അറിവ് നേടിയിട്ടും മനസ്സ് നിയന്ത്രിക്കാൻ നിനക്ക് കഴിയാതെ വരുന്നു. നിനക്ക് വേണ്ടത് ആത്മജ്ഞാനമാണ്. നീ ഭിക്ഷയ്ക്ക് പോയപ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരിയോട് നിനക്ക് ദേഷ്യത്തിനൊപ്പം അസൂയ കൂടി ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയൊക്കെ ഗുരു പറഞ്ഞിട്ടും ശിഷ്യൻ ഒരക്ഷരം ഉരിയാടിയില്ല. ശിഷ്യൻ്റെ ദയനീയാവസ്ഥ കണ്ട ഗുരു അയാളെ ഉപദേശിച്ചു. നിന്നോട് സംസാരിച്ച ആ സ്ത്രീയുടെ അടുത്തേക്ക് നീ മടങ്ങിപ്പോവുക. അവൾക്ക് ശിഷ്യപ്പെട്ട് അവരുടെ കൂടെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കുക. ഇനി നീ പഠിക്കേണ്ടത് വേദങ്ങളും ഉപനിഷത്തുകളുമല്ല, എഴുത്തും വായനയും അറിയാത്ത ആ സ്ത്രീയിൽ നിന്നും സ്വധർമ്മം എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇനിയും പഠിക്കാനുള്ള സമയമുണ്ടെന്ന് പറഞ്ഞ് ഗുരു സന്യാസിയെ യാത്രയാക്കുന്നു. അങ്ങനെ ടി പത്മനാഭൻ്റെ സന്യാസിയും സ്വധർമ്മനിരതയായ യുവതിയും എന്ന ഈ ചെറിയ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥകൾ വായിച്ചു കേൾക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായും ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്